+1 ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചാപ്റ്റർ 13 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് പാർട്ട് 4. കഴിഞ്ഞ പ്രോബ്ലം സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എക്സസൈസ് 13.1-ലെ 9 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസാണ്. ഇന്ന് ഈ പ്രോബ്ലം സെക്ഷനിൽ ബാക്കി വരുന്ന 21 മുതൽ 32 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇവാലുവേറ്റ് ദ ഫോളോയിങ് ലിമിറ്റ്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ സൈൻ പൈ മൈനസ് എക്സ് ബൈ പൈ ഇൻറ്റു പൈ മൈനസ് എക്സ്. നമുക്കറിയാം സൈൻ കോസ് ടാൻ രീതിയിലുള്ള ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് വന്നാൽ നമുക്കറിയാവുന്ന 5 ഫോർമുലകളാണുള്ളത്. ഒന്ന്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ഈക്വൽ ടു 0. Limit x tends to 0 cos x equal to 1. Limit x tends to 0 tan x equal to 0. Limit x tends to 0 sin x by x equal to 1. Limit x tends to 0 tan x by x equal to 1. ഇങ്ങനെ വരുന്ന 5 വ്യത്യസ്ത ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നാം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ സൈൻ പൈ മൈനസ് എക്സ് ബൈ പൈ ഇൻറ്റു പൈ മൈനസ് എക്സ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ സൈൻ പൈ മൈനസ് എക്സ് ബൈ പൈ ഇൻറ്റു പൈ മൈനസ് എക്സ്. നമുക്കറിയാം ആദ്യം ചെയ്യേണ്ടത് നേരിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും. എക്സ് ടെൻസ് ടു പൈ, ഇപ്പോൾ പൈ മൈനസ് പൈ ഡിനോമിനേറ്റർ 0 ആയി. ന്യൂമറേറ്ററിൽ എക്സിന് കാണുന്നിടത്ത് പൈ കൊടുത്താൽ സൈൻ പൈ മൈനസ് പൈ 0. അപ്പോൾ ന്യൂമറേറ്റർ 0 ഡിനോമിനേറ്റർ 0. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് വാല്യൂ കൊടുക്കരുത്. ഇവിടെ നമുക്ക് ഈ ഫോർമുലേനെ ഒന്ന് രൂപമാറ്റം വരുത്താം. ഇവിടെ സൈൻ പൈ മൈനസ് എക്സ് ഉണ്ട്, അതായത് സൈനിൻ്റെ ആംഗിൾ പൈ മൈനസ് എക്സ് ആണ്. അതിൽ നമുക്ക് മാറ്റം വരുത്തുന്നത് എളുപ്പമല്ല. അതിനനുസരിച്ച് ബാക്കി വരുന്ന ടേമിനെ മാറ്റം വരുത്തുക എന്നതാണ് നാം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സൈൻ എക്സ് ബൈ എക്സ് മോഡലാണ് ഇവിടെ വന്നിരിക്കുന്നത്. സൈൻ പൈ മൈനസ് എക്സ് ഉണ്ട്, ഡിനോമിനേറ്ററിലും ഒരു പൈ മൈനസ് എക്സ് ഉണ്ട്. ഇനി അതിനനുസരിച്ച് പൈ മൈനസ് എക്സ് ടെൻസ് ടു 0 ആക്കുകയും ചെയ്താൽ ഫോർമുല എത്തി. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. എക്സ് ടെൻസ് ടു പൈ എന്ന് പറഞ്ഞ അർത്ഥം എക്സ് പൈയിലേക്ക് നീങ്ങുന്നു, എക്സും പൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വരുന്നു. അതിനെ നമുക്ക് ഇങ്ങനെയും കൂടി എഴുതാം. എക്സ് ടെൻസ് ടു പൈ എന്ന് പറഞ്ഞാൽ പൈ മൈനസ് എക്സ് ടെൻസ് ടു 0 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ എന്നുള്ളതിന് പകരം പൈ മൈനസ് എക്സ് ടെൻസ് ടു 0. ദെൻ അങ്ങനെയാണെങ്കിൽ പൈ മൈനസ് എക്സ് ടെൻസ് ടു 0. അപ്പോൾ വേരിയബിൾ പൈ മൈനസ് എക്സ് ആണ്, അതുകൊണ്ട് പൈ എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 1/π ഇൻറ്റു സൈൻ പൈ മൈനസ് എക്സ് ബൈ പൈ മൈനസ് എക്സ്. നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി എഴുതാം. 1/π കോൺസ്റ്റൻറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ് ഇൻറ്റു ലിമിറ്റ് പൈ മൈനസ് എക്സ് ടെൻസ് ടു 0 സൈൻ പൈ മൈനസ് എക്സ് ബൈ പൈ മൈനസ് എക്സ്. പൈ മൈനസ് എക്സ് നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് 1 ആണ്. അതുകൊണ്ട് ഇവിടെയും 1 തന്നെയാണ്. അതായത് 1/π ഇൻറ്റു 1. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ആൻസർ വരിക 1/π. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് എക്സ് ബൈ പൈ മൈനസ് എക്സ്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് എക്സ് ബൈ പൈ മൈനസ് എക്സ്. ആദ്യം ചെയ്യേണ്ടത് നേരിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എക്സിന് 0 കൊടുത്താൽ കോസ് 0 1, ന്യൂമറേറ്റർ 0 അല്ല. പൈ മൈനസ് 0 അപ്പോഴും 0 അല്ല. അതായത് ഇത് നേരിട്ട് വാല്യൂ കൊടുക്കേണ്ടതായ ക്വസ്റ്റ്യൻ ആണെന്നർത്ഥം. കോസ് 0 നമുക്കറിയാം കോസ് 0 1 ആണ്. ബൈ പൈ മൈനസ് 0 ദാറ്റ് ഈസ് പൈ. അപ്പോൾ ആൻസർ 1/π.
Then next question. Limit x tends to 0 cos 2x minus 1 by cos x minus 1. ഇപ്പോൾ ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തെഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് 2x മൈനസ് 1 ബൈ കോസ് എക്സ് മൈനസ് 1. നേരിട്ട് എക്സിന് 0 കൊടുത്താൽ കോസ് 0 1, ഡിനോമിനേറ്റർ 0, 2 ഇൻറ്റു 0 അപ്പോഴും 1. ഇപ്പോൾ ഡിനോമിനേറ്റർ 0, ന്യൂമറേറ്റർ 0, 0/0 ഇൻഡിറ്റർമിനേറ്റ് ഫോം. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരിട്ട് വാല്യൂ കൊടുക്കാൻ പറ്റില്ല എന്നർത്ഥം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. നമുക്കിതിന് ഫോർമുല ഒന്ന് മാറ്റം വരുത്താം. 1 മൈനസ് കോസ് എക്സിൻ്റെ ഫോർമുല അറിയാം. 1 മൈനസ് കോസ് എക്സ് ആണെങ്കിൽ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. ഇവിടെ 1 മൈനസ് കോസ് 2x ആണെങ്കിൽ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. അപ്പോൾ അത് 2 സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ ഇവിടെ കോസ് 2x മൈനസ് 1 ആണെങ്കിൽ നമുക്കതിനെ ഫോർമുലേനെ ഒന്ന് മാറ്റം വരുത്താം. ഒരു നെഗറ്റീവിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. ഇതിനെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് ബൈ 2. സൈൻ സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. നമുക്കറിയാം സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 ആണ്. അതിൻ്റെ ഓൾ സ്ക്വയർ ആണ് ഇവിടെ വരുന്നത്. ബൈ സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ബൈ സൈൻ സ്ക്വയർ എക്സ് ബൈ 2. ഇപ്പോൾ ഇതിൽ നമുക്കൊരു ടേം ക്യാൻസൽ ചെയ്യാനുണ്ട്. സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ക്യാൻസൽ ചെയ്താൽ ബാക്കി നമുക്ക് വരുന്നത് 4 ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ബൈ 2 ആണ്. ഇപ്പോൾ നമുക്ക് ആ 4 ഒന്ന് പുറത്തെടുക്കാം. പിന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് എക്സ് ബൈ 2 അല്ലെങ്കിൽ കോസ് സ്ക്വയർ എക്സ് ബൈ 2. ഇതാണ് നമുക്ക് കിട്ടിയ വാല്യൂ. ഇവിടെ ക്യാൻസൽ ചെയ്തത് ഈ 2 പുറത്തെഴുതി. സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ക്യാൻസൽ ചെയ്തു. ദെൻ കോസ് സ്ക്വയർ എക്സ് ബൈ 2. നമുക്കറിയാം ആസ് എക്സ് ടെൻസ് ടു 0 എക്സ് ബൈ 2 ആൾസോ ടെൻസ് ടു 0. അതുകൊണ്ട് കോസ് എക്സ് ബൈ 2 ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് എക്സ് എന്നുള്ളത് 1 ആണ്. അപ്പോൾ ആൻസർ ഇവിടെ ഒരു സ്റ്റെപ്പും കൂടി എഴുതാം. ഈക്വൽ ടു 4 ഇൻറ്റു ലിമിറ്റ് എക്സ് ബൈ 2 ടെൻസ് ടു 0 കോസ് എക്സ് ബൈ 2 ഓൾ സ്ക്വയർ. അപ്പോൾ ആൻസർ വരിക 4 ഇൻറ്റു 1, ദാറ്റ് ഈസ് ഫൈനൽ ആൻസർ 4. Then question number 24. Limit x tends to 0 ax plus x cos x by b sin x. നമ്മളിവിടെ തന്നെ ആൻസർ എഴുതി തുടങ്ങുകയാണ്. കൂടുതൽ സ്റ്റെപ്പ് വേണ്ടി വരും. ഈക്വൽ ടു നമുക്കറിയാം ഇവിടെ സൈൻ എക്സ് ഉണ്ടെങ്കിൽ ബൈ എക്സ് വേണം. അപ്പോൾ അതുകൊണ്ട് നാം ന്യൂമറേറ്ററിലും മൊത്തമായി എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഡിനോമിനേറ്ററിലും മൊത്തത്തിൽ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ax by x പ്ലസ് എക്സ് കോസ് എക്സ് ബൈ എക്സ്. ന്യൂമറേറ്ററിലെ ഓരോ ടേമിനെയും എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതേപോലെ ഡിനോമിനേറ്ററിൽ ആകെ ഒരു ടേമേ ഉള്ളൂ, അതിനെയും നാം എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സൈൻ എക്സ് ബൈ എക്സ്. ഇപ്പോൾ നാം ചെയ്തത് ന്യൂമറേറ്ററിനെ ഡിവൈഡ് ചെയ്തു എക്സ് കൊണ്ട്, ഡിനോമിനേറ്ററിനെയും എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഈക്വൽ ടു
ഇനി എ എക്സ് ബൈ എക്സിനെ നമുക്ക് എ എന്നെഴുതാം, എക്സ് കോസ് എക്സ് ബൈ എക്സിനെ കോസ് എക്സ് എന്നും എഴുതാം. പിന്നെ കൂടാതെ നാം ഓരോ ടേമിലേക്കും ഈ ലിമിറ്റ് കൊടുക്കുകയും ചെയ്യാം. ന്യൂമറേറ്ററിലെ ഓരോ ടേമിനെയും എക്സ് കൊടുക്കാം, ഡിനോമിനേറ്ററിലെ ഓരോ ഭാഗത്തേക്കും എക്സ് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കല്ലെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി അധികം എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എ പ്ലസ് കോസ് എക്സ് ബൈ ബി ഇൻറ്റു സൈൻ എക്സ് ബൈ എക്സ്. നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് ന്യൂമറേറ്ററിലെ ഓരോ ടേമിനേക്കും ലിമിറ്റ് കൊടുക്കുന്നു, ഡിനോമിനേറ്ററിലെ ഓരോ ടേമിനും ലിമിറ്റ് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എ പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് എക്സ്, then b into limit x tends to 0 sin x by x. ലിമിറ്റ് വേരിയബിൾ ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ അത് റീറ്റെയിൻ ചെയ്യുന്നു. പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ ബി ഇൻറ്റു 1, ദറ്റ് ഈസ് ബി. അപ്പോൾ ഫൈനൽ ആൻസർ വരിക എ പ്ലസ് 1 ബൈ ബി. Then next question, limit x tends to 0 x into sec x. നമുക്കിതിനെ ഈക്വൽ ടു സീക്ക് എക്സിനെ നമുക്ക് കോസ് എക്സ് ആക്കി എഴുതാം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ബൈ കോസ് എക്സ് എന്ന രീതിയിൽ എഴുതാം. ഇനി ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കാം. ഡിനോമിനേറ്റർ കോസ് 0 1 ആണ്, അതുകൊണ്ട് ഓരോ സെപ്പറേറ്റ് ഭാഗത്തിനും ലിമിറ്റ് കൊടുക്കുന്നതിൽ തടസ്സമില്ല എന്നർത്ഥം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ആണെങ്കിൽ ലിമിറ്റ് ഓരോ ഭാഗത്ത് കൊടുക്കുമ്പോൾ, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ആണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ജി ഓഫ് എക്സ് ആണ്, പ്രൊവൈഡഡ് ജി ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. ഇവിടെ ന്യൂമറേറ്ററിൽ ലിമിറ്റ് കൊടുത്താൽ 0, ഇവിടെ കോസ് 0 1. അപ്പോൾ ഫൈനൽ ആൻസർ വരിക 0. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 26. ഇവിടെ 1-2 കണ്ടീഷൻ തന്നിട്ടുണ്ട്. എ ബി എ പ്ലസ് ബി എന്നിവ 0 വരരുത് എന്നർത്ഥം. എയും ബിയും എ പ്ലസ് ബിയും 0 അല്ല. കൂടുതൽ സ്റ്റെപ്പ് ആവശ്യമാണ്, അതുകൊണ്ടാണ് ആ ഭാഗം മായ്ച്ച് കളഞ്ഞത്. ഈക്വൽ ടു നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ ടേമിനെയും ഇവിടെ സൈൻ എ എക്സ് ഉണ്ട്, അപ്പോൾ നമുക്കൊരു എ എക്സ് ആവശ്യമാണ്. സൈൻ ബി എക്സ് ഡിനോമിനേറ്ററിലുണ്ട്, അപ്പോൾ ബി എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അതിനനുസരിച്ച കാര്യങ്ങളാണ് നാം ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് sin ax by ax plus bx by ax. ഇപ്പം നാം ചെയ്തത് ന്യൂമറേറ്ററിലെ ഓരോ ടേമിനെയും ax കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ അവിടെ തന്നെ ax കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്തു. ദെൻ അടുത്ത കേസിൽ ഡിനോമിനേറ്ററിൽ നാം ഡിവൈഡ് ചെയ്യുന്നത് bx കൊണ്ടാണ്, അപ്പോൾ ഓരോ ടേമിനെയും bx കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ax by bx പ്ലസ് സൈൻ ബി എക്സ് ബൈ ബി എക്സ്. ബി എക്സ് കൊണ്ട് ഡിനോമിനേറ്ററിൽ ഡിവൈഡ് ചെയ്തു, അതുകൊണ്ട് ക്ലിയർ ചെയ്യാൻ അവിടെ തന്നെ ബി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്തു. ഈക്വൽ ടു
ഇനി നോക്കുക, ഇവിടെ എ എക്സ് ന്യൂമറേറ്ററിലുണ്ട്, ഡിനോമിനേറ്ററിൽ ബി എക്സ് ഉണ്ട്. എക്സ് ക്യാൻസലായി, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് എ ബൈ ബി എന്നത് പുറത്തെഴുതാം. എ ബൈ ബി ഇൻറ്റു. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് ഓരോ ടേമിലേക്കും ഈ ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ എ എക്സ് പ്ലസ് ഇവിടെ ബി എക്സ് ബൈ എ എക്സ് എന്നുള്ളതിനെ നമുക്ക് ബി ബൈ എ എന്ന് കൊടുക്കാം. ബി ബൈ എ ബൈ രണ്ടാമത്തെ ഒരു ലിമിറ്റ് ഇവിടെ കൊടുക്കാം, കാരണം ഡിനോമിനേറ്റർ 0 അല്ല. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എ എക്സ് ബൈ ബി എക്സ് എന്നുള്ളതിനെ നമുക്ക് എ ബൈ ബി എന്നെഴുതാം. പ്ലസ് സൈൻ ബി എക്സ് ബൈ ബി എക്സ് ഈക്വൽ ടു, നമുക്കിനി അടുത്തത് ഓരോ ടേമിലേക്കും ലിമിറ്റ് സെപ്പറേറ്റ് മാറി കൊടുക്കാം. അതായത് എ ബൈ ബി ഇൻറ്റു ഈ ലിമിറ്റ് ഓരോന്ന് മാറിക്കൊടുക്കുന്നു. അതാണ് നാം ഇവിടെ ചെയ്യുന്നത്. കൂടാതെ as x tends to 0 ax tends to 0, അതുപോലെ as x tends to 0 bx also tends to 0. അപ്പോൾ നമ്മൾ ചെയ്യണത് ലിമിറ്റ്, ഇവിടെ ax ആണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ ax എഴുതുന്നത്. ax tends to 0 sin ax by ax പ്ലസ് ഇവിടെയും ഇതേ ലിമിറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ax ആയാലും വ്യത്യാസമില്ല. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ബി ബൈ എ. ഇവിടെ രണ്ടാമത്തെ ഭാഗത്ത് ലിമിറ്റ് ഡിനോമിനേറ്ററിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എ ബൈ ബി പ്ലസ് ലിമിറ്റ് ബി എക്സ് ടെൻസ് ടു 0 sin bx by bx ഈക്വൽ ടു ആൻസർ വരിക എ ബൈ ബി ഇൻറ്റു, ഇവിടെ നമുക്കറിയാം എ എക്സ് ആണെങ്കിൽ 1 ആണ്, പ്ലസ് ഇവിടെ വരുന്ന ടേം ബി ബൈ എ ബൈ ബി പ്ലസ് 1. നമുക്കിത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ, അതായത് നേരത്തെ സ്റ്റെപ്പ് നമ്മൾ ഒരിക്കൽ കൂടി എഴുതുകയാണ്. എ ബൈ ബി ഇൻറ്റു 1 പ്ലസ് ബി ബൈ എ. ഇവിടെ എ ബൈ ബി പ്ലസ് 1, ഇതാണ് നേരത്തെ കിട്ടിയ ആൻസർ. ഈക്വൽ ടു, നമുക്കിവിടെ എ ബൈ ബി ഇൻറ്റു, നമുക്കറിയാം ഇത് LCM കണ്ടാൽ എ പ്ലസ് ബി ബൈ എ ആണ്. എ പ്ലസ് ബി ബൈ എ, ഇവിടെ LCM കണ്ട എ പ്ലസ് ബി ബൈ ബി ആണ്. എ പ്ലസ് ബി ബൈ ബി ഈക്വൽ ടു, നമുക്കറിയാം ഇത് ന്യൂമറേറ്ററിലെ ഡിനോമിനേറ്ററാണ്. അപ്പോൾ നമുക്ക് ഇത് ന്യൂമറേറ്ററാണ്, ഇത് ന്യൂമറേറ്ററിലെ ഡിനോമിനേറ്ററാണ്. അപ്പോൾ എയും എയും ക്യാൻസൽ ചെയ്യാം. ബി എന്നുള്ളത് ഡിനോമിനേറ്ററാണ്. ഈ എ പ്ലസ് ബി ബൈ ബിയിലെ ബി, ഡിനോമിനേറ്ററിലെ ബി എന്നുള്ളത് ഡിനോമിനേറ്ററിൻ്റെ ഡിനോമിനേറ്ററാണ്. അപ്പോൾ ഈ ബിയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കി വരുന്നത് എ പ്ലസ് ബി ബൈ എ പ്ലസ് ബി ആണ്. അതായത് ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്നത് 1. Then next question, limit x tends to 0 cosec x minus cot x. cosec x minus cot x. നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ cosec x-നെ ഒന്ന് മാറ്റം വരുത്താം. കാരണം നേരിട്ട് വാല്യൂ കൊടുത്താൽ ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ് വരുന്നത് എന്നർത്ഥം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാം ചെയ്യുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് 0 ആണ്. അപ്പോൾ cosec x എന്ന് പറഞ്ഞാൽ 1/0 ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 cosec x എന്നുള്ളതിനെ നമുക്ക് 1/sin x എന്നെഴുതാം.
കോട്ടെക്സ് എന്നുള്ളതിനെ കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്നും എഴുതാം. ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ആണ്. 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ബൈ സൈൻ എക്സ് എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 2 സൈൻ എക്സ് ബൈ 2 ഇൻറ്റു കോസ് എക്സ് ബൈ 2 ഈക്വൽ ടു, ഇതിൽ കുറച്ച് ടേമുകൾ നമുക്ക് ക്യാൻസൽ ചെയ്യാനുണ്ടായിരിക്കും. 2 ക്യാൻസൽ ചെയ്യാം, ഒരു സൈൻ എക്സ് ബൈ 2 ക്യാൻസൽ ചെയ്യാൻ. ബാക്കി നമുക്ക് വരുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ 2 ബൈ കോസ് എക്സ് ബൈ 2 ദാറ്റ് ഈസ് ടാൻ എക്സ് ബൈ 2. ഇനി നമുക്ക് അടുത്തൊരു സ്റ്റെപ്പും കൂടി എഴുതാം. ലിമിറ്റ് ആസ് എക്സ് ടെൻസ് ടു 0 എക്സ് ബൈ 2 ആൾസോ ടെൻസ് ടു 0 ടാൻ എക്സ് ബൈ 2. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആൻസർ 0. Then question number 28. Limit x tends to pi by 2 tan 2x by x minus pi by 2. നമുക്കറിയാം എക്സ് മൈനസ് പൈ ബൈ 2, അതേപോലെ എക്സ് ടെൻസ് ടു പൈ ബൈ 2. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്കറിയാവുന്ന ടാനുമായി കണക്ട് ചെയ്ത രണ്ട് ഫോർമുലകളാണ് നമ്മളടുത്തുള്ളത്. ഒന്ന് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ഈക്വൽ ടു 0, മറ്റൊന്ന് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1. ഇങ്ങനെ രണ്ട് വ്യത്യസ്ത ഫോർമുലകളാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യുന്നത് ഈ ടേമിനെ ഒന്ന് മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അതായത് ഈക്വൽ ടു, ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ടാൻ 2x എന്നുള്ളതിനെ നമുക്ക് മാറ്റാം, പൈയിൽ നിന്നുള്ള ഡിഫറൻസ് ആക്കി മാറ്റാം. അതായത് ടാൻ 2x മൈനസ് പൈ എന്ന രൂപത്തിൽ മാറ്റി എഴുതാം. പിന്നെ കൂടാതെ ഈ എക്സ് മൈനസ് പൈ ബൈ 2 എന്നുള്ളതിനെയും കൂടി നമുക്കൊന്ന് മാറ്റാം. ഒരു 1/2 ഇവിടെ ഒന്ന് കോമൺ ആയിട്ട് എടുത്തതിന് ശേഷം മാറ്റാം. അപ്പോൾ 3-4 സ്റ്റെപ്പുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2, ഈ ടാൻ 2x എന്നുള്ളതിനെ നമുക്ക് മാറ്റം വരുത്താം. അതായത് ടാൻ എക്സ് എന്നുള്ള ഫോർമുലിനെ നമുക്കറിയാം. ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ, അതായത് ടാൻ പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ടാൻ എക്സ് ആണ്. അപ്പോൾ ഈ 2x എന്നുള്ളതിനെ പൈയിൽ നിന്ന് കുറച്ചാൽ ഒരു നെഗറ്റീവ് കൂടി മാറ്റം വരുത്തിയാൽ മതി എന്നർത്ഥം. അതായത് മൈനസ് ടാൻ പൈ മൈനസ് 2x. കാരണം ടാൻ പൈ മൈനസ് എക്സ്, ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ടാൻ എക്സ് ആണ്. അതുകൊണ്ട് ടാൻ 2x എന്നുള്ളതിന് മൈനസ് ഓഫ് ടാൻ പൈ മൈനസ് 2x എന്നെഴുതാം. ബൈ ഇതിൽ നിന്ന് നമുക്കൊരു 1/2 കോമൺ ആയിട്ടെടുത്താൽ ബാക്കി ഇപ്പോൾ ഇവിടെ 2x മൈനസ് പൈ എന്ന രൂപത്തിൽ മാറ്റി എഴുതാം. ഈക്വൽ ടു, ഇനി ഇതിൻ്റെ അർത്ഥം എക്സ് ടെൻസ് ടു പൈ ബൈ 2 എന്ന് പറഞ്ഞ അർത്ഥം 2x ടെൻസ് ടു പൈ എന്നതാണ്. ലിമിറ്റ് 2x ടെൻസ് ടു പൈ എന്ന് പറഞ്ഞാൽ 2xും പൈയും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ചെറിയതാണ്. ടെൻസ് ടു 0 എന്ന് കൂടി നമുക്ക് പറയാം. ഇപ്പോൾ ടാൻ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ടാൻ എക്സ് ആണ്. അപ്പോൾ മൈനസ് ടാൻ പൈ മൈനസ് 2x എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ടാൻ 2x മൈനസ് പൈ ബൈ 2x മൈനസ് പൈ. കൂടാതെ ഡിനോമിനേറ്ററിലെ 1/2നെ നമുക്ക് പുറത്ത് 2 എന്നെഴുതാം. ഈക്വൽ ടു, ഇപ്പോൾ ടാൻ പൈ മൈനസ് ടാൻ എക്സ് ബൈ എക്സ് രൂപത്തിലെത്തി. ഇനി 2x ടെൻസ് ടു പൈ എന്നുള്ളതിന് നമുക്ക് എന്ത് കൂടി എഴുതാം, 2x മൈനസ് പൈ ടെൻസ് ടു 0 എന്നുകൂടി എഴുതാം. അപ്പോൾ 2 ഇൻറ്റു ലിമിറ്റ് ഒന്നും കൂടി നമ്മൾ മാറ്റുകയാണ്. അതായത് 2x മൈനസ് പൈ ടെൻസ് ടു 0 ടാൻ 2x മൈനസ് പൈ ബൈ
2x minus pi equal to 2 into limit x tends to 0 tan x by x മോഡലായി, that is 1. 2 into 1, final answer 2. Then evaluate limit x tends to 0 root of 1 plus x minus 1 by x. ഇതേ ക്വസ്റ്റ്യനെ നമുക്കറിയാവുന്ന രൂപത്തിലേക്ക് മാറ്റുകയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ എന്ന രൂപത്തിലേക്ക് നാം ഇതിനെ മാറ്റുന്നു. അതായത് 1 പ്ലസ് എക്സ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എക്സിൻ്റെ പവർ 1/2 ആക്കാം. 1നെ നമുക്ക് 1ൻ്റെ പവർ 1/2 ആക്കി എഴുതാം. ഈ ഡിനോമിനേറ്ററിലെ എക്സിൻ്റെ സ്ഥാനത്ത് 1 പ്ലസ് എക്സ് മൈനസ് എക്സ് എന്നാക്കി എഴുതാം. കൂടാതെ ലിമിറ്റ് മാറ്റാം. നമ്മൾ ലിമിറ്റ് രണ്ടാമത്തെ ഘട്ടത്തിലാണ് മാറ്റുന്നുള്ളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് എക്സ് പവർ 1/2 ആക്കി എഴുതാം. 1നെ 1ൻ്റെ പവർ 1/2 ആക്കി എഴുതാം. ഡിനോമിനേറ്ററിൽ 1 ആഡ് ചെയ്യുന്നു, 1 സബ്ട്രാക്റ്റ് ചെയ്യുന്നു. ഇനി എക്സ് ടെൻസ് ടു 0 എന്നുള്ളതിനെ നമുക്ക് എന്തുകൂടി പറയാം? 1 പ്ലസ് എക്സ് ടെൻസ് ടു 1 എഴുതാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതുന്നത് ലിമിറ്റ് 1 പ്ലസ് എക്സ് ടെൻസ് ടു 1 1 പ്ലസ് എക്സ് റേസ് ടു 1/2 മൈനസ് 1 റേസ് ടു 1/2 ബൈ 1 പ്ലസ് എക്സ് മൈനസ് 1. ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ലെങ്കിൽ എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ പാറ്റേണിലേക്ക് എത്തി. എയുടെ സ്ഥാനത്ത് 1, എന്നിൻ്റെ സ്ഥാനത്ത് 1/2. അപ്പോൾ എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 എൻ മൈനസ് 1 1/2 ഇൻറ്റു 1ൻ്റെ പവർ 0 ഏത് വന്നാലും 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് ആൻസർ 1/2. 1/2 ഈസ് ദ ഫൈനൽ ആൻസർ. ദെൻ അടുത്തത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു 15 മൈനസ് 1 ബൈ എക്സ് റേസ് ടു 10 മൈനസ് 1. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഫോർമുലയുടെ രൂപത്തിലേക്ക് ഇതിനെ മാറ്റുന്നു. x1 x1 x1, പക്ഷേ ഇവിടെ പവർ എക്സ് റേസ് ടു 10 ആണ് എന്ന് മാത്രം. അപ്പോൾ ന്യൂമറേറ്ററിലും നമുക്ക് ഒരു എക്സ് മൈനസ് 1 ആവശ്യമുണ്ട്, ഡിനോമിനേറ്ററിലും ഒരു എക്സ് മൈനസ് 1 ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് രണ്ട് ഭാഗത്തും എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. കൂടാതെ 1ൻ്റെ ന്യൂമറേറ്ററിലെ 1ൻ്റെ സ്ഥാനത്ത് 1 റേസ് ടു 15 എഴുതുന്നു, ഡിനോമിനേറ്ററിലെ 1ൻ്റെ സ്ഥാനത്ത് 1 റേസ് ടു 10 എന്നും എഴുതുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു 15 മൈനസ് 1 റേസ് ടു 15 ബൈ എക്സ് മൈനസ് 1. ഇപ്പം ന്യൂമറേറ്ററിൽ എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡിനോമിനേറ്ററിനെയും ഇതേ രീതിയിൽ നാം എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ വാല്യൂവിന് മാറ്റമില്ല. ഇനി നാം ചെയ്യുന്നത് ന്യൂമറേറ്ററിലേക്കും ഈ ലിമിറ്റ് കൊടുക്കുന്നു, ഡിനോമിനേറ്ററിലേക്കും ഈ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു 15 മൈനസ് 1 റേസ് ടു 15 ബൈ എക്സ് മൈനസ് 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു 10 മൈനസ് 1 റേസ് ടു 10 ബൈ എക്സ് മൈനസ് 1. ഇപ്പോൾ നമ്മുടെ വേണ്ട രൂപത്തിലെത്തി. n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1 n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1 ദാറ്റ് ഈസ് 14 n ഇൻറ്റു എ റേസ് ടു 9. അപ്പോൾ 15 ബൈ 10 ദാറ്റ് ഈസ് 3/2 ഈസ് ദ ഫൈനൽ ആൻസർ. Then 31. Find x tends to 0 f of x. Find limit x tends to 0 f of x and limit x tends to 1 f of x, where f of x equal to 2x plus 3 if x less than or equal to 0. f of x equal to 3 into x plus 1 if x greater than 0. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യുന്നു.
എക്സ് ഈക്വൽ ടു 0 ആൻഡ് ലെസ് ദാൻ 0 അതാണ് 2x പ്ലസ് 3. ഗ്രേറ്റർ ദാൻ 0 ഫോർ പോസിറ്റീവ് വാല്യൂസ് ഓഫ് എക്സ് 3 ഇൻറ്റു എക്സ് പ്ലസ് 1. നമുക്കിവിടെ കാണാനുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ്. നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് കാണാൻ 0ൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് കാണേണ്ടി വരും. രണ്ടും ഫൈനൈറ്റ് ആയിരിക്കണം. ഈക്വൽ ആണെങ്കിൽ നാം പറയുന്നു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ്. കൂടാതെ ആ വാല്യൂ എഴുതുകയും ചെയ്യാം. അപ്പോൾ ആദ്യം നാം കാണുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. 0 എന്നുള്ളതിൻ്റെ ലെഫ്റ്റ് റൈറ്റ്, കാരണം ഇവിടെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് 0 വെച്ചിട്ടാണ്. 0നേക്കാൾ വലുത് ചെറുത് ഈക്വൽ. ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ്. ഇനി എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 0 വരുന്ന ഫംഗ്ഷൻ തീരുമാനിക്കുന്നു 2x പ്ലസ് 3. ഇനി കൊടുക്കുന്നത് എക്സിന് 0 മൈനസ് ആയാലും പ്ലസ് ആയാലും 0 ആണ്. 2 ഇൻറ്റു 0 പ്ലസ് 3. അപ്പോൾ ആൻസർ വരിക 3. 0 എന്നുള്ളതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് കിട്ടി 3 ആണ്, ഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു. ഇനി 0 എന്ന പോയിൻറ്റിൻ്റെ റൈറ്റ് ലിമിറ്റ് കാണുന്നു. അപ്പോൾ 0 പ്ലസ് എഫ് ഓഫ് എക്സ് 0 പ്ലസ് എഫ് ഓഫ് എക്സ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ഗ്രേറ്റർ ദാൻ 0. ഇവിടെ തന്നിട്ടുണ്ട് 3 ഇൻറ്റു എക്സ് പ്ലസ് 1. 3 ഇൻറ്റു എക്സ് പ്ലസ് 1. നേരത്തെ സൂചിപ്പിച്ച പോലെ 0 പ്ലസ് ആയാലും 0 മൈനസ് ആയാലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത് 3 തന്നെയാണ്, എക്സ് 0 തന്നെയാണ്. 3 ഇൻറ്റു 0 പ്ലസ് 1. അപ്പോൾ 3 ഇൻറ്റു 1 ഫൈനൽ ആൻസർ 3. ഇപ്പോൾ റൈറ്റ് ലിമിറ്റ് ഫൈനൈറ്റ് ആണ്, 3 ആണ്. രണ്ടും ഈക്വൽ ആണ്. ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, ലെഫ്റ്റും വേണ്ട റൈറ്റും വേണ്ട. പിന്നീട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വാല്യൂ 3 ആണ്. ദെൻ ഇനി അടുത്ത ഒന്നുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ആണ്. നോക്കുക, ഇവിടെ 1നെ സംബന്ധിച്ച് പറയുമ്പോൾ ലെസ് ദാൻ 0 ഗ്രേറ്റർ ദാൻ 0 എന്നതിൽ പ്രസക്തി ഇല്ല. ഗ്രേറ്റർ ദാൻ 0 എല്ലാ പോസിറ്റീവ് വാല്യൂസിനും 0 മുതൽ ഇൻഫിനിറ്റി വരെ ഒരേ വാല്യൂ ആണ്, 3 ഇൻറ്റു എക്സ് പ്ലസ് 1. അപ്പോൾ 1ൻ്റെ ലെഫ്റ്റും 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ്, 1ൻ്റെ റൈറ്റും 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ്. രണ്ടും ഫംഗ്ഷൻ തന്നെ ഒന്നാണെങ്കിൽ പിന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ഫോർ എക്സ് ഈക്വൽ ടു 1 എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1ൻ്റെ ലെഫ്റ്റും റൈറ്റും സെപ്പറേറ്റ് കാണേണ്ട ആവശ്യം വരുന്നില്ല. രണ്ട് കണ്ടാലും ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ നേരിട്ട് ഒന്നിച്ച് കാണുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ്. ഇങ്ങനെ കാണാനുള്ള കാരണം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് പ്ലസ് 1 വെൻ എക്സ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 കൊടുത്താൽ, അതായത് വേണ്ട സ്റ്റെപ്പ് പ്രകാരം ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 3 ഇൻറ്റു എക്സ് പ്ലസ് 1. അപ്പോൾ എക്സിന് 1 കൊടുത്താൽ 3 ഇൻറ്റു 1 പ്ലസ് 1, 3 ഇൻറ്റു 2 ആൻസർ 6. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 6 എന്നർത്ഥം. അതായത് നമുക്ക് വേണമെങ്കിൽ എടുത്തെഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 6. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് where f of x equal to x square minus 1 if x less than or equal to 1 minus of x square minus 1 if x greater than 1. നേരത്തെ അതിൻ്റെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ കാണാനുള്ളതും 1 ആണ്, സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നതും ലെസ് ദാൻ 1 ഗ്രേറ്റർ ദാൻ 1 ഈക്വൽ ടു 1. അപ്പോൾ 1ൻ്റെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷനാണ്, എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. 1ൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ മറ്റൊരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ രണ്ടും സെപ്പറേറ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെപ്പറേറ്റ് കാണേണ്ടി വരും എന്നർത്ഥം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ലെഫ്റ്റ് ലിമിറ്റ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്
ടെൻസ് ടു 1 മൈനസ് ലെസ് ദാൻ 1 ആണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 1. എക്സിന് 1 കൊടുത്താൽ 1 സ്ക്വയർ മൈനസ് 1, 1 മൈനസ് 1 0. അപ്പം ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കാരണം അത് ഫൈനൈറ്റ് ആണ്. ഇനി നാം റൈറ്റ് ലിമിറ്റ് കാണുന്നു. റൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് 1ൻ്റെ റൈറ്റ് ലിമിറ്റ് കാണുന്നു, ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1. അതായത് മൈനസ് എക്സിന് 1 കൊടുത്താൽ 1 സ്ക്വയർ മൈനസ് 1, മൈനസ് 1 മൈനസ് 1 മൈനസ് 2. പെർ ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് 0 ആണ്. റൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് -2 ആണ്. പക്ഷേ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ല, അതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവ രണ്ടും ഈക്വൽ അല്ലാത്തത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ആൻസർ ആക്കി എഴുതേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് does not exist. Does not exist. Does not exist. 31.1-ൽ ഇനിയും എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സോൾവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.